ഗായ്സ്, ഇന്ന് ഞാൻ ഒരു ക്യാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി കാണിക്കാനാണ് വന്നത്. ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാൻ പോവാ. അപ്പം അത് ഞാൻ ബോറടിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ എനിക്ക് ആരും സംസാരിക്കാനൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കിഷ്ടം. ഞാൻ വിചാരിച്ച് അതിൻ്റെ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിച്ചുകൊണ്ട് ചെയ്യാമല്ലോ, ബോറടിക്കില്ല. അപ്പോൾ ഇന്ന് ഒരു ക്യാരറ്റ് ഹൽവ റെസിപ്പി കാണാം. ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഒരു ക്യാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി കാണിക്കാനാണ് വന്നത്. ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാൻ പോവാ. അപ്പം അത് ഞാൻ ബോറടിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ എനിക്ക് ആരും സംസാരിക്കാനൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കിഷ്ടം. ഞാൻ വിചാരിച്ച് അതിൻ്റെ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിച്ചുകൊണ്ട് ചെയ്യാമല്ലോ, ബോറടിക്കില്ല. അപ്പോൾ ഇന്ന് ഒരു ക്യാരറ്റ് ഹൽവ റെസിപ്പി കാണാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറച്ച് കുടുംബിനിയായ ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടല്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ 4 ക്യാരറ്റേ ഉള്ളൂ, കുറേ ക്യാരറ്റൊന്നും ഇല്ല. പക്ഷേ പാലിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇന്ന് കഴിയും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് തീർക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ക്യാരറ്റാണ് ഞാൻ എടുത്തത്. ഇനി ഇത് ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ. ആദ്യം അതിൻ്റെ തലയും പോലെ കളയണം. ആദ്യം ഇത് മുറിച്ചൊഴിവാക്കണം. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലെ ആപ്പിൾ പൂവ് ഇട്ടുണ്ട്. ആപ്പിൾ മരത്തിൽ ആപ്പിൾ മരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ല. കാരണം ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് അതിൽ ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ സ്പ്രിങ്ങൊക്കെ ആയപ്പം സ്പ്രിങ് ആവണതിൻ്റെ മുന്നേ അതൊക്കെ പോയി. ഇപ്പം പിന്നെ അതിൽ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. അത് ആപ്പിൾ ആണെന്നാണ് എൻ്റെ സംശയം, പക്ഷെ എനിക്ക് ഉറപ്പില്ല. തോല് കളയാം. എനിക്ക് ഈ പണികളൊക്കെ ചെയ്യാനൊന്നും ഒരു ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യരുതല്ലോ, പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബിരിയാണി കൂടെ ഉണ്ടാക്കി അതിൻ്റെ റെസ്റ്റിലായിരുന്നു ഞാൻ. അപ്പം പിന്നെ പാല് കേടായിരുന്നു വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി. ടേസ്റ്റ് ഉണ്ട്. ഇത് ലഗോൺ ചിക്കനാണ്. അപ്പോൾ ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കിയാൽ. പക്ഷേ ലഗോൺ ചിക്കൻ ആയ കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആവുമല്ലോ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വിചാരിച്ചു ലഗോൺ ചിക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലിഞ്ഞ ചിക്കനൊക്കെ ലഗോൺ ചിക്കൻ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അറിയില്ലെന്ന് ലഗോൺ ചിക്കൻ പറഞ്ഞ അതായത് ഈ ചെറിയ പ്രായത്തിലുള്ള കോഴിയാ ലഗോൺ ചിക്കൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മെലിഞ്ഞ കോഴിക്കളെയൊക്കെ ലഗോൺ ചിക്കൻ എന്നാണ് പറയുന്നത്. കഴുകിയിട്ട് ഈ സാധനത്തിൽ വെച്ച് അരിയണം. ഈ സാധനത്തിൽ വെച്ചിട്ട് ഈ ക്യാരറ്റെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ആരെടുത്തുനിന്നും യൂട്യൂബിൽ കണ്ടിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയതല്ല. ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ക്യാരറ്റിന് അത്ര വിലയില്ല. കുറേ ക്യാരറ്റ് നമുക്ക് 69 പെന്നിക്കൊക്കെ കിട്ടും. അപ്പം അങ്ങനെ കിട്ടിയപ്പം ഞാൻ ഒരു ദിവസം വെറുതെ എന്തെങ്കിലും ഷേട്ടൻ വരും എന്ന് പറഞ്ഞപ്പം ഷേട്ടന് സർപ്രൈസായിട്ട് എന്തെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഷേട്ടന് മധുരമുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കി. അത് സക്സസ് ആയ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ വേറെ കുറേ പണികളൊക്കെ ചെയ്തിട്ടിരിക്കുക. അതായത് കുറേ അലക്കാനുള്ള തുണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി ചിക്കിയിട്ട് ഉണങ്ങിയതാണ്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ഇതാവാൻ വേണ്ടി ചിക്കിയിട്ട് പിന്നെ റൂം ഫുൾ വൃത്തികേടാം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതും ചെയ്യുന്നത്. ഞാൻ സംഭവം തന്നെ എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് ഞാൻ ഓവറാക്കിയെന്ന് പറയുന്നത് എല്ലാവരും? അതെനിക്ക് മനസ്സിലാകാൻ ഇപ്പം ഞാൻ വേറെ വീഡിയോസ് എൻ്റെ അടുത്ത് കാണുമ്പോൾ എനിക്ക്
ഞാൻ അങ്ങനെയാടോ, ഞാൻ ഓവറാക്കുന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെയാടോ എന്ന് പറഞ്ഞത് ഓവറാക്കി പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഓവറാക്കിയതല്ല, അങ്ങനെ പറഞ്ഞു പോയതാ. ബാക്കി ഇങ്ങനെ വരുന്നത് കുറച്ച് ഇതും ഇങ്ങനെ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് തിന്നാം. എന്തോ ടേസ്റ്റായി ക്യാരറ്റ് തിന്നാൻ. ഇതിങ്ങനെ ആക്കാൻ നല്ല പണിയാണ്. ഇനി ഇത് ഇങ്ങനെ ആക്കിയാൽ മാത്രം പോരാ, ഇത് കുറേ വേവാൻ ടൈം എടുക്കും. പിന്നെ പാലൊഴിച്ച് അത് കുറുകി ഹൽവ രൂപത്തിലാവണം. കുറച്ച് ടൈമുള്ള പ്രോസസ്സാണ്. അപ്പം ഞാൻ ക്യാരറ്റ് അരിയല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോവാം. ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ റെസിപ്പീനെ ആയതുകൊണ്ട് ഇതിന് ഒരു ശരിക്കും ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ആദ്യം നമുക്ക് പാത്രം ചൂടാക്കിയിട്ട് അതിൽ പകുതി മുക്കാൽ ക്യാരറ്റ് ഞാൻ തിന്ന്. ഇനി അത് ഇത്രേ ഉള്ളൂ. അരിയാൻ മടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ തിന്നു. ഇനി ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുക. ഈ പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റ് നല്ലോണം വാട്ടി നല്ലോണം ഇതാക്കണം. അതിന് ശേഷം മാത്രം പാലൊഴിക്കേണ്ടത്. കുറച്ച് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടൈം എടുക്കും. ക്ഷമയില്ലാത്തവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നെയ്യ് എത്ര ഇടുന്നോ അത്രയും രുചി ഉണ്ടാവും. ക്യാരറ്റ് നന്നായിട്ട് ഇളക്കണം. ഇതിലിട്ടോ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വാടി വെന്തുണ്ട്. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് വേണം ഇനി നന്നായിട്ട് ഇളക്കി എടുക്കാൻ. ഇനി ഇത്രയും പാലുണ്ട്. ഇത് കാച്ചി കുടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലാതെ തീരൂല. കുറച്ചും കൂടെ പാലൊഴിക്കാം. ഇത് നന്നായിട്ട് കുക്കായി ഇപ്പോഴെ തന്നെ കുക്കായിണ്ട്. നന്നായിട്ട് കുറുകി വരണം. അപ്പോഴാണ് ഇതാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അതായത് ആപ്പിൾ മരം കാണുന്ന സ്ഥലം കാണിച്ചാൽ ഇതവിടെ ഒരു വെള്ള പൂക്കളുണ്ടോ, അതിൻ്റെ അവിടെയുള്ള മരമാണ് ആപ്പിൾ മരം. ആപ്പിൾ പോലത്തെ ഒരു കായാണ് അവിടെ ഉണ്ടായത്. അറിയൂല എന്താണ് കറക്റ്റായിട്ട്. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് കുറച്ചൊന്നായാൽ പോരാ, നന്നായിട്ട് ആവണം. അതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് അപ്പോഴത്തേനും കുറുകി വന്ന് ക്യാരറ്റ് ഹൽവ റെഡിയാവും. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ പഞ്ചസാര ഇട്ടാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു മഞ്ഞ കളറാണ്, പക്ഷേ ശരിക്കും കാണുമ്പോൾ ഓറഞ്ച് കളറാണ്. ഇപ്പം നന്നായിട്ട് ഹൽവ രൂപത്തിലായി വന്നിട്ടുണ്ട്. അങ്ങനെ ഹൽവ റെഡിയായി. ഇത് ശരിക്കും കണ്ട ഹൽവേനെ പോലെ തന്നെ ഉണ്ട്. എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും.
ഓക്കെ ബൈ.